നമുക്ക് എഴുന്നേറ്റ് നൽകാം. ഇടതുകരം നെഞ്ചോട് ചേർത്ത് വെച്ച് വലതുകരം അച്ഛനെ നേരെ നീട്ടി 21 പ്രാവശ്യം യേശുനാമം വിളിച്ച് അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കണമേ. ലൂക്ക എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്ന് അധ്യായം 14:7 മുതലുള്ള തിരുവചനങ്ങൾ. അതിഥിക്കും ആതിഥേയനും ഉപദേശം. ക്ഷണിക്കപ്പെട്ടവർ പ്രമുഖ സ്ഥാനങ്ങൾ തിരഞ്ഞെടുക്കുന്നത് കണ്ടപ്പോൾ അവൻ അവരോട് ഒരു ഉപമ പറഞ്ഞു. ആരെങ്കിലും നിന്നെ ഒരു കല്യാണ വിരുന്നിന് ക്ഷണിച്ചാൽ പ്രമുഖ സ്ഥാനത്ത് കയറിയിരിക്കരുത്. ഒരുപക്ഷെ നിന്നേക്കാൾ ബഹുമാന്യനായ ഒരാളെ അവൻ ക്ഷണിച്ചിട്ടുണ്ടായിരിക്കും. നിങ്ങളെ 2 പേരെയും ക്ഷണിച്ചവൻ വന്ന് ഇവന് സ്ഥലം കൊടുക്കുക എന്ന് നിന്നോട് പറയും. അപ്പോൾ നീ ലജ്ജിച്ച് അവസാനത്തെ സ്ഥാനത്ത് പോയി ഇരിക്കും. അതുകൊണ്ട് നീ വിരുന്നിന് ക്ഷണിക്കപ്പെടുമ്പോൾ അവസാനത്തെ സ്ഥാനത്ത് പോയി ഇരിക്കുക. ആതിഥേയൻ വന്ന് നിന്നോട് സ്നേഹിത, മുൻപോട്ട് കയറിയിരിക്കുക എന്ന് പറയും. അപ്പോൾ നിന്നോടുകൂടെ ഭക്ഷണത്തിനിരിക്കുന്ന സകലരുടെയും മുൻപാകെ നിനക്ക് മഹത്വമുണ്ടാകും. തന്നെ തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും, തന്നെ തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും. തന്നെ ക്ഷണിച്ചവനോടും അവൻ പറഞ്ഞു, നീ ഒരു സദ്യയോ അത്താഴവിരുന്നോ കൊടുക്കുമ്പോൾ നിന്റെ സ്നേഹിതരെയോ സഹോദരരെയോ ബന്ധുക്കളെയോ ധനികരായ അയൽക്കാരെയോ വിളിക്കരുത്. ഒരുപക്ഷെ അവർ നിന്നെ പകരം ക്ഷണിക്കുകയും അത് നിനക്ക് പ്രതിഫലമാവുകയും ചെയ്യും. എന്നാൽ നീ സദ്യ നടത്തുമ്പോൾ ദരിദ്രർ, വികലാംഗർ, മുടന്തർ, കുരുടർ എന്നിവരെ ക്ഷണിക്കുക. അപ്പോൾ നീ ഭാഗ്യവാനായിരിക്കും. എന്തെന്നാൽ പകരം നൽകാൻ അവരുടെ പക്കൽ ഒന്നുമില്ല. നീതിമാന്മാരുടെ പുനരുദ്ധാനത്തിൽ നിനക്ക് പ്രതിഫലം ലഭിക്കും. കർത്താവിൻ്റെ സുവിശേഷം. ഏറ്റുചൊല്ലാം. പരിശുദ്ധാത്മാവേ വരണമേ. അങ്ങയുടെ ഇഷ്ടദാസിയായ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ വിമല ഹൃദയത്തിൻ്റെ ശക്തമായ മാധ്യസ്ഥം വഴി ഞങ്ങളിൽ വന്ന് നിറയണമേ, ഞങ്ങളിൽ വസിക്കണമേ, ഞങ്ങളെ നയിക്കണമേ. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്നും കാരുണ്യത്തിൻ്റെ നീർച്ചാലായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങളെ കഴുകി വിശുദ്ധീകരിക്കണമേ. ഈശോയെ, നീ എന്നിൽ ജീവിക്കണമേ. ഈശോയെ, നീ എന്നിൽ സ്നേഹിക്കണമേ. ഈശോയെ, നീ എന്നിൽ കുർബാനയാകണമേ. നമുക്കിരിക്കാം. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഓഗസ്റ്റ് മാസം 30-ാം തീയതി ഈ ശനിയാഴ്ച രാത്രിയിൽ നമ്മൾ ദിവ്യകാരുണ്യനാഥൻ്റെ ചുറ്റും വീണ്ടും ഒരുമിച്ച് കൂടിയിരിക്കുന്ന ഈ സമയത്തെ ഓർത്ത് നമുക്ക് കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. കർത്താവ് നമ്മെ കരുതുകയും കാക്കുകയും ചെയ്യുന്നവനാണ്. അവിടുന്ന് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്, എൻ്റെ അറിവോ സമ്മതമോ കൂടാതെ ഒരു മുടിയിഴ പോലും കൊഴിയുന്നില്ല. നമുക്ക് കർത്താവിൽ ആശ്രയിക്കാം. ഈശോ ഇന്ന് ഈ രാത്രിയിൽ നമ്മോട് പറയുന്നത്, നമ്മൾ എപ്രകാരമാണ് മറ്റുള്ളവരെ നമ്മളെക്കാൾ പരിഗണിക്കപ്പെടേണ്ടവരായി കണക്കാക്കേണ്ടത് എന്നാണ്. സാധാരണ രീതിയിൽ നമുക്ക് എവിടെ ചെല്ലുമ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം നമ്മുടെ കാര്യം ആദ്യം നടന്നു കിട്ടണം എന്നാണ്, അല്ലേ?
നമ്മളൊരു ക്യൂവിൽ ഒരു കാര്യത്തിന് ചെല്ലുമ്പോൾ നമ്മുടെ ഒരു ആഗ്രഹം, നമ്മളൊരു ബസ്സിൽ കയറുമ്പോൾ നമ്മുടെ ആഗ്രഹം എന്താണ്? നമുക്ക് സീറ്റ് കിട്ടണം എന്നാണ്, അല്ലേ? അപ്പോൾ അതിനു വേണ്ടി ചിലപ്പോൾ ഒരു ചെറിയൊരു തിരക്കൊക്കെ, ഒരു ചെറിയൊരു തിടുക്കം നമ്മൾ, അപ്പോൾ ബസ്സിൽ കയറുമ്പോൾ നമ്മുടെ ആഗ്രഹം ബസ്സിൽ നമുക്ക് സീറ്റ് കിട്ടണം, അല്ലേ? ശരി. ഇനി നമ്മൾ റേഷൻ കടയിൽ പോകുമ്പോൾ നമ്മുടെ ആഗ്രഹം നമുക്ക് വേഗം സാധനം കിട്ടണം എന്നാണ്. എവിടെ പോകുമ്പോഴും നമുക്ക് നമ്മുടെ കാര്യം വേഗം നടന്ന് കിട്ടണം. ആശുപത്രിയിൽ പോകുമ്പോൾ നമുക്ക് എല്ലാവരേക്കാളും മുൻപ് ഡോക്ടറെ കാണണം എന്നാണ് നമ്മുടെ ആഗ്രഹം, അല്ലേ? അങ്ങനെ ആഗ്രഹിക്കാത്തവരില്ല, അച്ഛനും അങ്ങനെയാണ്. അപ്പോൾ അല്ലെങ്കിൽ ഇനി ഒരു ക്യൂവിലിരിക്കുമ്പോൾ നമുക്ക് ആഗ്രഹം എങ്ങനെ ഈ ക്യൂവിൽ തന്നെ ഏറ്റവും മുമ്പിലെത്താമെന്നാണ്. യെസ്. അപ്പോൾ കല്യാണത്തിൻ്റെ കാര്യവും അങ്ങനെ തന്നെ. അപ്പോൾ ഈശോ പറയുകയാണ്, നമ്മൾ മറ്റുള്ളവരെ പരിഗണിക്കേണ്ടതിനെ കുറിച്ചാണ് ഈശോ പറയുന്നത്. എന്നേക്കാൾ നിന്റെ കാര്യം വേഗം നടന്നു കിട്ടട്ടെ, ഞാൻ എന്നേക്കാൾ നിന്റെ കാര്യത്തിന് പ്രാധാന്യം കൊടുക്കുന്നു എന്ന് പറയുന്ന ഒരു മനോഭാവത്തെയാണ് ഈശോ അവസാനം പറയുന്നത്, തന്നെ തന്നെ താഴ്ത്തുന്നവനെന്ന്. നീയാണ് കൂടുതൽ പരിഗണനയ്ക്ക് അർഹനായിട്ടുള്ളവൻ, നീയാണ് കൂടുതൽ ശ്രദ്ധിക്കപ്പെടേണ്ടത്, നീയാണ് കൂടുതൽ സ്നേഹിക്കപ്പെടേണ്ടത്, നീയാണ് കൂടുതൽ അംഗീകരിക്കപ്പെടേണ്ടത് എന്ന് പറയും. നമ്മുടെ സ്കൂളിൽ കുട്ടികൾ ആഗ്രഹിക്കുന്നത് എന്താണ്? എനിക്ക് എല്ലാവരേക്കാളും കൂടുതൽ മാർക്ക് എനിക്ക് എങ്ങനെ കിട്ടണം എന്നതാണ് ആഗ്രഹം. എനിക്ക് എങ്ങനെ ഒന്നാമതെത്തണം എന്ന് ആഗ്രഹിക്കുക എന്നതാണ് നമ്മുടെ സ്വാഭാവിക പ്രകൃതി. മനുഷ്യൻ്റെ സ്വാഭാവിക പ്രകൃതി എന്താണ്? എനിക്ക് എങ്ങനെ എല്ലാവരേക്കാളും മുകളിൽ ആയിരിക്കണം എന്ന ആഗ്രഹമാണ് നാച്ചുറൽ ഹ്യൂമൻ ഡിസയർ, സ്വാഭാവിക പ്രകൃതി. ഈ സ്വാഭാവിക പ്രകൃതിയെ നോക്കിയാണ് ഈശോ പറയുന്നത്, നീ ആ പ്രകൃതി, നിന്റെ ആ മനുഷ്യ സ്വഭാവം, ഒരു കാര്യം അത് മനുഷ്യ സ്വഭാവമാണ്, ആ മനുഷ്യ സ്വഭാവത്തിന് ബദലായിട്ട് ഒരു കൗണ്ടറായിട്ട്, നിങ്ങൾ കേട്ടില്ലേ? അങ്ങനെ കേട്ടില്ലേ? കൗണ്ടർ പറഞ്ഞു. കൗണ്ടറായിട്ട് എന്ത് വേണം? ആ സ്വാഭാവിക ഒന്നാമതെത്തുക എന്ന് പറയുന്ന ആ ആഗ്രഹത്തിന് ബദലായിട്ട് നമ്മൾ നീ ഒന്നാമതെത്തുക, ഞാൻ നിന്നെ കഴിഞ്ഞിട്ട് മതി, ഞാൻ എന്താണ്? നീ കഴിഞ്ഞിട്ട് മതി എനിക്ക്. നമ്മൾ സാധാരണ പറയുന്നത് എന്താണ്? ഞാൻ കഴിഞ്ഞിട്ട് മതി എന്നാണ് നമ്മൾ സാധാരണ പറയുന്നത്. അതിനു പകരം നീ കഴിഞ്ഞിട്ട് മതി എനിക്ക് എന്ന് പറയുന്ന ആ മനോഭാവത്തെ വളർത്തിയെടുക്കുക എന്നാണ് ഈശോ ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് ഈശോ പറയാണ്, തന്നെ തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും. ഈശോ അങ്ങനെ താഴ്ത്തി 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 കുരിശു മരണത്തോളം തന്നെ തന്നെ താഴ്ത്തി. പിതാവായ ദൈവം അവിടുത്തെ എല്ലാ നാമങ്ങൾക്കും ഉപരിയായി ഉയർത്തി. ദൈവം ഉയർത്തി. സ്വയം ഉയർത്തുന്നവരല്ല, ദൈവം ഉയർത്തുന്നവരാണ് യഥാർത്ഥത്തിൽ മഹത്വമുള്ളവർ. കൈയടിച്ച് നമുക്ക് കർത്താവിന് നന്ദി പറയാം. പ്രിയപ്പെട്ടവർ, ഈ ഒരു മനോഭാവമുണ്ടെങ്കിൽ നമ്മുടെ കുടുംബങ്ങൾ സ്വർഗമായി മാറും. ഭാര്യ പറയാണ്, ചേട്ടൻ കഴിഞ്ഞിട്ട് മതി എനിക്ക്. ഭർത്താവ് പറയാണ്, നീ കഴിഞ്ഞിട്ട് മതി ഞാൻ എന്ന് പരസ്പരം ബഹുമാനിക്കുന്നതിൽ, പൗലോസ് പറയുന്നത് പോലെ പരസ്പരം ബഹുമാനിക്കുന്നതിൽ മുന്നിട്ട് നിൽക്കുമ്പോൾ നമ്മുടെ ഭവനം യഥാർത്ഥത്തിൽ സന്തോഷമുള്ളൊരു വിരുന്നുശാലയായി മാറും. അല്ലെങ്കിൽ നമ്മുടെ കുടുംബം തന്നെ ഞാൻ കഴിഞ്ഞിട്ട് മതി നീ എന്ന് പറയുന്ന, എന്നെ കഴിഞ്ഞിട്ടുള്ളൂ നീ എന്ന മനോഭാവം നമ്മുടെ കുടുംബത്തെ ഒരു യുദ്ധക്കളമാക്കി മാറ്റും. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. കണ്ണുകൾ അടച്ച് കരങ്ങൾ കൂപ്പി നമ്മുടെ ആത്മാവിനെ പരിശോധിക്കാം. എക്സാമിനേഷൻ ഓഫ് കോൺഷ്യൻസ്. നമ്മുടെ ഹൃദയത്തിൽ കടന്നു പോകുന്ന എല്ലാ തരത്തിലുള്ള മത്സരങ്ങളെയും, ഹൃദയത്തിലുള്ള മാത്സര്യങ്ങൾ, സഹോദരങ്ങൾക്കിടയിലുള്ള മത്സരങ്ങൾ, കുടുംബാംഗങ്ങൾക്കിടയിലുള്ള, സുഹൃത്തുക്കൾക്കിടയിലുള്ള, അയൽക്കാർക്കിടയിലുള്ള മത്സരങ്ങൾ,
സ്വയം വലുതാക്കാനുള്ള, സ്വയം മികച്ചവരെന്ന് പ്രദർശിപ്പിക്കാനുള്ള മത്സരങ്ങൾ. അങ്ങനെ കെട്ടിപ്പടുക്കുന്നതൊടുവിൽ മത്സരിച്ച് കെട്ടിപ്പടുക്കുന്നത് കൽക്കൂമ്പാരങ്ങളായി, ചാരക്കൂമ്പാരങ്ങളായി ഒടുവിൽ തീരും. കെട്ടിപ്പടുക്കുന്ന ബാബേൽ ഗോപുരങ്ങൾ പണിതീരാത്ത അപമാനത്തിൻ്റെ അടയാളങ്ങളായി മാറും. കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുത്ത് നമ്മുടെ ജീവിതത്തിൽ ഈശോ ആഗ്രഹിക്കുന്ന ഈ പുണ്യം പ്രാക്ടീസ് ചെയ്യുന്നതിന്, അഭ്യസിക്കുന്നതിന് നമ്മൾ എത്രമാത്രം പരാജയപ്പെട്ടു പോയി എന്ന് മനസ്സിൽ കാണാം. നമ്മുടെ ആഗ്രഹങ്ങളെക്കാൾ, നമ്മൾ ബഹുമാനിക്കപ്പെടുക എന്നതിനേക്കാൾ മറ്റുള്ളവർ ബഹുമാനിക്കപ്പെടുന്നതിന് നമ്മൾ പ്രാധാന്യം കൊടുക്കാതെ പോയ സമയങ്ങളെ ഓർത്ത് അനുതപിക്കാം. നമ്മെ തന്നെ നമ്മൾ ബഹുമാന്യരാക്കി പ്രദർശിപ്പിക്കുകയും മറ്റുള്ളവരെ അപമാനിക്കുകയും മറ്റുള്ളവരുടെ കുറ്റങ്ങൾ പറഞ്ഞ് അവരെ പരിഹാസ്യരാക്കി മാറ്റുകയും ചെയ്ത സമയങ്ങളെ ഓർത്ത്, അപഹാസ്യരാക്കി മാറ്റുകയും ചെയ്ത സമയങ്ങളെ ഓർത്ത് അനുതപിക്കാം. അഹങ്കാരത്തിലും അസൂയയിലും വ്യാപരിച്ച സമയങ്ങളെ ഓർത്ത് അനുതപിക്കാം. നമുക്ക് കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ 21 പ്രാവശ്യം യേശുനാമം വിളിച്ച് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യാം. കരമടിച്ച് നമുക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് നന്ദി പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത്, ജീവിതത്തിൽ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത്, മാതാപിതാക്കളെ ഓർത്ത്, സഹോദരങ്ങളെ ഓർത്ത് നന്ദി പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ പ്രിയപ്പെട്ട മരണമടഞ്ഞവരെ ഓർത്ത്, ജീവിച്ചിരിക്കുന്നവരെ ഓർത്ത് നന്ദി പറയാം. സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, 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 സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അച്ഛൻ പ്രത്യേകമായി ഇന്ന് അച്ഛൻ്റെ ജന്മദിനത്തിൽ അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കുകയും ഓർക്കുകയും ചെയ്ത എല്ലാവരെയും പ്രത്യേകമായി നന്ദിയോടുകൂടെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നമുക്ക് കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുത്ത് നമ്മുടെ 7 നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ 21 പ്രാവശ്യം യേശുനാമം വിളിച്ച് നമ്മുടെ നിയോഗങ്ങൾ സമർപ്പിക്കാം.
ഈശോയേ 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 ഈശോയേ. നമുക്ക് മുട്ടുകുത്തി ആശീർവാദം സ്വീകരിക്കാം. ഈശോ നമ്മെ അനുഗ്രഹിച്ച് ഒരനുഗ്രഹമാക്കി മാറ്റുകയാണ്. രാത്രിയിൽ പട്ടിണി കിടക്കുന്നവരെയും താമസിക്കാൻ വാസയോഗ്യമായ ഇടങ്ങളില്ലാത്തവരെയും രോഗികളായ ഭവനങ്ങളിലും ആശുപത്രികളിലും കഴിയുന്നവരെ, വളരെ ഗുരുതരമായ അവസ്ഥകളിൽ ഐസിയുയിലും വെന്റിലേറ്ററിലും ഒക്കെ കഴിയുന്നവരെ, ക്യാൻസർ രോഗത്തിന് ട്രീറ്റ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നവരെ, മറ്റു ഗുരുതരമായ രോഗാവസ്ഥകളിലൂടെ കടന്നു പോകുന്നവരെ, ഇനി ചികിത്സയൊന്നും ബാക്കിയില്ലാത്ത സാഹചര്യങ്ങളിൽ പാലിയേറ്റീവ് കെയറിലൊക്കെ കഴിയുന്നവരെ നമുക്ക് ഓർക്കാം. മരണാസന്നരായിട്ടുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഇന്ന് ജനിച്ച കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയും വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ച വ്യക്തികൾക്ക് വേണ്ടിയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. സന്താന സൗഭാഗ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നവരെയും, ഉദരത്തിലുള്ള കുഞ്ഞുങ്ങളെയും കൈക്കുഞ്ഞുങ്ങളെയും യുവതി യുവാക്കളെയും കുടുംബജീവിതത്തിൻ്റെ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നവരെയെല്ലാം നമുക്ക് ഓർക്കാം. കർത്താവിൻ്റെ കരുണ ദൈവമക്കളെ പൊതിഞ്ഞു പിടിക്കട്ടെ. ഭവനങ്ങളിൽ നിന്ന് അകന്ന വിദൂരങ്ങളിലും അന്യസംസ്ഥാനങ്ങളിലും വിദേശങ്ങളിലുമൊക്കെ ആയിരിക്കുന്നവർക്ക് വേണ്ടി കൂടെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ യേശുനാമം വിളിക്കാം. ആശീർവാദം സ്വീകരിക്കാം. ശിരസ് തറയിൽ മുട്ടിച്ച് പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് തന്നെ തന്നെ കുരിശോളം താഴ്ത്തുകയും ഞങ്ങളെ സ്വർഗത്തോളം ഉയർത്തുകയും ചെയ്തവനായ പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് ഞങ്ങളെല്ലാവരും അവിടുത്തെ പോലെ ആകണമെന്ന് ആഗ്രഹിക്കുന്നവനായ പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നല്ലൊരു രാത്രി, സന്തോഷമുള്ള രാത്രി, സ്നേഹവും പ്രാർത്ഥനയൊക്കെയുള്ള രാത്രി ആശംസിക്കുന്നു. നാളെ ഞായറാഴ്ച പ്രഭാതത്തിൽ ഉണർന്നെഴുന്നേറ്റ് ദൈവരാജ്യ ശുശ്രൂഷകളിൽ വ്യാപൃതരാകാൻ സാധിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അച്ഛൻ ഈ ദിവസങ്ങളിൽ തിരുവനന്തപുരത്ത് ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിനുള്ള ധ്യാനത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കണമേ എന്ന് ഓർമ്മിപ്പിക്കുന്നു.